ഇതിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ കെ കെ ഹരിച്ചേട്ടനുമായുള്ള ഒരു സംവാദത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നതിൽ എനിക്ക് ഹരിച്ചേട്ടനോട് ചോദിക്കാനുള്ളത്, ആ ലയനത്തിന് ശേഷം ഇവർ സംയുക്തമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ട് പിന്നീട് രണ്ട് വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ അംഗങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. നേരത്തെ പ്രസിഡന്റ് അംഗങ്ങൾക്ക് വേണ്ടി അതൊന്ന് വിശദീകരിക്കണമെന്ന്. ഈ കേസിന്റെ നാൾവഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴേ വളരെ വൈരുദ്ധ്യാത്മകമായ ചില സംഭവങ്ങളുണ്ടായത് പ്രദീപിന് കൃത്യമായിട്ട് അറിയാം. അതായത് ലയനം ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി 2001 ആ ലയനത്തിന് നേർസാക്ഷ്യം വഹിച്ച പ്രമേയം അവതരിപ്പിച്ച രാജഗോപാലൻ അഖില കേരള വിശ്വകർമ്മ സഭ ലയിച്ചിട്ടില്ലെന്ന് പറയുന്നു. വീണ്ടും അതിനെ പുനർജനിപ്പിച്ച് പുള്ളിക്ക് പ്രസിഡന്റ് ഇല്ല, പുള്ളി ജനറൽ സെക്രട്ടറി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം അഖില കേരള വിശ്വകർമ്മ സഭയാണ് താൻ പ്രദാനം ചെയ്യുന്ന സംഘടന എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നു. ഇടയ്ക്കൊരു ചോദ്യം എനിക്ക് ഹരിച്ചേട്ടനോട് ചോദിക്കാനുള്ളത്, പ്രസിഡന്റ് ഇല്ല എന്ന് പറയുമ്പോഴും 2000 ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ശങ്കരൻകുട്ടി സാറുമായിട്ട് അദ്ദേഹം 2004 വരെ പ്രവർത്തിച്ചു എന്നൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. ശങ്കരൻകുട്ടി സാർ എങ്ങനെയാ പ്രസിഡന്റ് ആകുന്നത്? അഖില കേരള വിശ്വകർമ്മ സഭയുടെ നിയമാവലി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് പോയതിനു ശേഷമാണ് ഭാരവാഹി നിശ്ചയിക്കപ്പെടുന്നത് അല്ലേ? പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ വൈസ് പ്രസിഡന്റിന്റെ പ്രസിഡന്റ് ഇതിൽ ആക്ട് ചെയ്യാൻ കഴിയും. കാരണം 2000 ഡയറക്ടർ ബോർഡിന്റെ ആ ഒരു ഘടന വെച്ചുകൊണ്ട് PR ദേവദാസ് പ്രസിഡന്റും അതുപോലെ MP രാജഗോപാൽ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റായിട്ട് ശങ്കരൻകുട്ടി സാറും അതുപോലെ ഇപ്പോഴത്തെ വാമദേവൻ സാറ് വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന ഒരു കാലഘട്ടം ആ ഒരു ഘടനയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും PR ദേവദാസിന്റെ അസാന്നിധ്യത്തിൽ ശങ്കരൻകുട്ടി സാറിനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് പോകുന്ന നിയമപരമായ ഒരു തടസ്സമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതും തർക്കമല്ലേ? അതും തർക്കത്തിലൊരു കാര്യമാണല്ലോ. ദേവദാസിന്റെ ജനറൽ സെക്രട്ടറി ആര്, രാജഗോപാൽ സാറിന്റെ പ്രസിഡന്റ് ആര് എന്നുള്ളത് തർക്കമാണല്ലോ എപ്പോഴും. അതുകൊണ്ടാണ് വൈരുദ്ധ്യാത്മകം എന്ന് ഞാൻ പറയാനായിട്ട് വിശേഷിപ്പിക്കുന്നതിന്റെ കാര്യം അതാണ്. ഇപ്പൊ അങ്ങനെ വന്ന രാജഗോപാല് പിരിച്ചുവിട്ട AKMSന്റെ യഥാർത്ഥ ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങൾ ലയനത്തിനില്ല എന്ന് പറഞ്ഞ് കടന്നു വരുന്നു. ദേവദാസ് സാർ എന്താ പറയുന്നത്? അഖില കേരള വിശ്വകർമ്മ സഭ നിലവിലില്ല. അതായത് അദ്ദേഹം ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റും അത് തന്നെയാണ്. അഖില കേരള വിശ്വകർമ്മ സഭ നിന്നുപോയി. ആ അഖില കേരള വിശ്വകർമ്മ സഭ ലയിച്ചാണ് കേരള വിശ്വകർമ്മ സഭ ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ VSSും ഇല്ല, TVSും ഇല്ലെന്ന് പറയുന്നു. അങ്ങനെ മുന്നോട്ട് പോയ സന്ദർഭത്തിലാണ് 2014 ഒരു വിഭാഗത്തിന്റെ വാർഷിക സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഹരിച്ചേട്ടൻ്റെ ആദ്യത്തെ നമ്മുടെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, അതായത് ഈ ഒരു ചർച്ചയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു, അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംഘടനാ പ്രശ്നങ്ങളാണ് VSSന്റെയും TVSന്റെയും ഈ ഒരു സംയുക്ത പ്രവർത്തനത്തിന് പിൻവലിച്ചത്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ പിൻവലിക്കുന്ന സമയത്ത് ഇവര് ഈ TVSന്റെ ലെറ്റർ പാഡിൽ KVSന്റെ പേര് പതിച്ചും VSSന്റെ ലെറ്റർ പാഡില് ഈ ലയിച്ച KVSന്റെ പേര് പതിച്ചും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഹരിച്ചേട്ടൻ ഉദ്ദേശിച്ചത് അല്ലേ? പക്ഷെ പിന്നീടുണ്ടായ ഈ രാജഗോപാൽ സാറിന്റെ ആ പിന്മാറ്റം ഈ 2001 ലയനത്തിന് ശേഷം ഉടൻ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അതെ 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 അതെ. അപ്പോൾ ഇത് മറ്റുള്ള സംഘടനകൾ കണ്ടുകൊണ്ടിരിക്കും. 2002 മാർച്ച് 13 വരെ ഉണ്ടായിരുന്ന ആ ഒരു വർഷത്തെ കാലയളവിന്റെ അകത്ത് ഈ വിഘടനം കൃത്യമായ രീതിയിൽ ഉണ്ടായി. അവര് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഒരു പരിധി വരെ പറഞ്ഞാൽ ഈ നേതാക്കന്മാരുടെ കൈകൊണ്ട് ഈ ലയന പ്രക്രിയ സമ്പൂർണമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ലേ? ശാഖാതലങ്ങളിൽ പ്രമേയം അവതരിപ്പിച്ച് ലയന പ്രക്രിയ നടക്കാനിരിക്കുകയാണ്. 2002 മാർച്ച് മാസം 13 സമ്പൂർണ്ണ ഒരു സമ്മേളനം നടത്തേണ്ട സാഹചര്യമായിരുന്നു. അത് നടത്താൻ നമുക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പാണ് ഈ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്ന, അന്ന് ആ ലയനത്തിന് ശേഷം പ്രഖ്യാപിക്കപ്പെട്ട ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട്. ആ ഹൈപ്പവർ കമ്മിറ്റി പിന്നീട് എന്ത് ചെയ്തു? ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ VSS ലയനത്തിൽ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ PP കൃഷ്ണൻ സാറും PC നടേശനെ പോലുള്ള സീനിയർ മോസ്റ്റ് ലീഡേഴ്സ് അവസാന ഘട്ടം വരെ KVSനോടൊപ്പം ഉണ്ടായിരുന്നു. അല്ല, അന്നേരവും സമാന്തരമായിട്ട് TVSും VSSും പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. എത്രയോ ശാഖകൾ ഈ KVS വന്ന് ലയിച്ചു. ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? പല ശാഖകളിലെ ആ ലയനത്തിലൂടെ വന്ന ശാഖകൾ ഈ മഹാസഭയുടെ പേരിൽ പറഞ്ഞ് ഇപ്പോഴും നിൽക്കുന്നില്ലേ? ഉണ്ട്, നേതാക്കന്മാരുണ്ട്.
പക്ഷെ പിന്നീട് എനിക്ക് പിന്നെ അന്ന് ഒരു കാര്യം ശ്രദ്ധേയമാണ്. VSSന്റെ പ്രതിനിധിയായി വന്ന PS തങ്കപ്പൻ സാറ് ഈ VSSന്റെ ഇഷ്യൂ പറഞ്ഞല്ല പുറത്തു പോയത്. അതും വ്യക്തിപരമായ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ദേവദാസ് സംഘടനയെന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള തങ്കപ്പൻ സാറിനെ മാറ്റുന്നത്. PC നടേശൻ സാറും PP കൃഷ്ണൻ സാറിനെ പോലുള്ള സീനിയർ ലീഡേഴ്സ് അവസാനം വരെ ഇതോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ VSSന് അവിടെ സംഘടനാപരമായ ഒരു പരാജയമാണ് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞു എനിക്ക് ഹരിച്ചേട്ടനോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എനിക്ക് അറിയാനുള്ളത് ഈ രാജഗോപാൽ സാറ് AK ന്യൂസ് ലയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിടം മുതൽ 2003 277/2003 എന്നുള്ള KVSന്റെ രൂപീകരണം വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. KVS സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് കോഴിക്കോട് രൂപീകരിക്കുന്നത് 2003 S277/2003 ആ സംഘടനയുടെ രജിസ്ട്രേഷൻ നമ്പർ. അതിൻ്റെ സ്ഥാപകൻ പത്മനാഭൻ സാർ അല്ല, വേറെ കോഴിക്കോടുള്ള 7 പേര് കൂടിയാണ്. 7 പേരാണ് അതിൻ്റെ സംസ്ഥാന സമിതിയിൽ ഉള്ളത്, അതിൻ്റെ ബൈലോ അനുസരിച്ച്. പക്ഷേ ഇവിടെ ഒരു തെറ്റിദ്ധാരണ പരക്കുന്ന, തെറ്റിദ്ധാരണ ശരിധാരണയാണോ എന്നറിയില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു എൻ്റെയൊക്കെ നേർസാക്ഷിയെ ഹരിച്ചേട്ടനോട് ചോദിക്കാൻ അവസരം കിട്ടിയതിൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാനത് കരുതുന്നു. കാരണം PR ദേവദാസ് സാറ് ലയനം പ്രഖ്യാപിച്ച അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ KVS എന്ന സംഘടന അതേ പേര് KVS, അതുപോലെ അതിൻ്റെ പഞ്ചവർണ്ണക്കൊടിയും ഉപയോഗിച്ചുകൊണ്ട് അതേ പേരിലും അതേ കൊടി പതാക ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സംഘടന സൊസൈറ്റി ആക്ട് പ്രകാരം ആണെങ്കിൽ പോലും കോഴിക്കോട് രജിസ്റ്റർ ചെയ്തപ്പോൾ എന്തുകൊണ്ട് PR ദേവദാസ് അതിനെ എതിർത്തില്ല? ഇവിടെ അതിനെ പ്രചരിക്കപ്പെട്ടു പോകുന്നത് ഒരു അഭിഭാഷകനായ ദേവദാസ് സാറിനെ സംബന്ധിച്ച് ഈ ലയനം നിയമപരമായി നിലനിൽക്കില്ല എന്നും, നിലനിൽക്കുന്ന പല സാങ്കേതിക കാരണങ്ങളുണ്ട് അറിയാമല്ലോ, നിലനിൽക്കില്ല എന്നും അതുകൊണ്ട് പത്മനാഭ സാറുമായിട്ട് ബന്ധപ്പെട്ട് അവർ KVS രൂപീകരിച്ചതാണെന്നും എന്തെങ്കിലും കാരണവശാൽ KVSന്റെ AKVMS ലയിച്ച KVSന്റെ കാര്യം കോടതി നിരുത്സാഹപ്പെടുത്തുകയോ അത് ക്യാൻസൽ ചെയ്താൽ പിന്നെ ഈ KVSന്റെ കൂടി ആ KVS എന്ന പേരും ആ കൊടിയും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ജനങ്ങൾ കൂടെ വരും എന്നൊരു ധാരണ ഉണ്ടായിരുന്നോ, അതോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണാപരമായൊരു പ്രചരണമാണോ, അതൊന്ന് ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് രൂപീകരിച്ച കേരള വിശ്വകർമ്മ സഭയുടെ രൂപീകരണത്തിൻ്റെ പിന്നിൽ ദേവദാസിൻ്റെ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കേരള വിശ്വകർമ്മ സഭയിൽ അന്ന് നമ്മുടെ TM പത്മനാഭ സാറ് ഈ ദേവദാസിൻ്റെ കൂടെ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ KVSന്റെ പാലക്കാട് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഈ KVS സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഈ സഭ, ദേശീയ സഭ, കോഴിക്കോട് പ്രദേശത്തുള്ള 7 നേതാക്കന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ജില്ല വിട്ടുള്ള ഒരാൾ പോലും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഈ KVSന് നിലനിൽപ്പില്ല എന്ന് കണ്ടുകൊണ്ടാവാം അവരെ പോലെയുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ ചിന്തിച്ചത്, അവർ രൂപീകരിച്ചു. അതിന്റെ നിയമാവലി എല്ലാം ഉണ്ടാക്കി അവര് തന്നെയാണ്. പങ്കു ഇല്ലെന്നുള്ളതാണ് എനിക്ക്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം സംഘടനയുടെ പേരും പതാക ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടപ്പം ഒരു കേസ് കൊടുത്തതിനെ എന്ന് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നാണ് എന്റെ ചോദ്യം. അത് ദേവദാസിന് അധികാരമില്ല അതിനെ ചോദ്യം ചെയ്യാൻ. കാരണം ഇതിന്റെ പേരും ഇതിന് വേറെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ നമ്പരാണ്. അങ്ങനെയെങ്കിൽ 2012 ഞങ്ങള് KVS വിട്ട് കേരള വിശ്വകർമ്മ സഭ എന്നുള്ള പേരും അഖില കേരള വിശ്വകർമ്മ സഭയുടെ രജിസ്ട്രേഷൻ വെച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ദേവദാസ് എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ആ ദേവദാസിന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് കൊല്ലത്ത് കോടതിയിൽ കേസ് കൊടുത്ത ഞങ്ങളെ ചോദ്യം ചെയ്തില്ല ദേവദാസ്. ദേവദാസിനെ 3 മണിക്കൂർ കൊല്ലക്കോടതിയിൽ ചോദ്യം ചെയ്തു ഈ ഒറ്റ വിഷയത്തിന്. നമ്മുടെ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ സാറായിരുന്നു 903/2013 വെച്ചതിന് 4.5 മണിക്കൂർ ചോദ്യം ചെയ്ത് ഞങ്ങളെ കൊടുത്തത്. ഞങ്ങളുടെ പേര് ഉപയോഗിച്ച് PR ദേവദാസ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാ കേസ് കൊടുത്തത്. ദേവദാസ് അതിനെ ചോദ്യം ചെയ്തില്ല. ദേവദാസ് സാർ എന്ന് പറഞ്ഞ മൊഴിപ്പകർപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ ബൈൽ ഒരു മാതൃകയായിട്ട് എടുത്തിരിക്കുന്നെന്ന് പറഞ്ഞ ആ ഒരു ദേവദാസ് സാറിനെ നമ്മൾ എതിർക്കുന്നത് പല ഘട്ടത്തിലും ഒരു മേശയ്ക്ക് ചുറ്റിയിരുന്ന് പരിഹരിക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. സഭയുടെ ബോർഡിൽ ഈ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി
ഞങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിന് ഇത് അറിയാൻ മേലായിട്ടൊന്നുമല്ല. പക്ഷെ അദ്ദേഹം ബോധപൂർവം അത്തരം ചർച്ചകൾക്ക് തയ്യാറാകാതിരുന്ന അവസാനം 2012 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിർദ്ദേശം വെച്ചിരുന്നു. നിങ്ങൾ കോടതിക്ക് പുറത്ത് ഒരു മീഡിയേഷന് തയ്യാറായി വരാൻ കൃത്യമായി നിർദ്ദേശിച്ചിരുന്നു. പ്രദീപിന് അറിയാവുന്ന കാര്യമാണ്. അന്ന് അഡ്വക്കേറ്റ് രാജൻ ബാബു ആണ് കേസ്. അപ്പൊ ഈ വിഷയം ഞങ്ങൾ ഡയറക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എടുത്ത നയം എന്നാണെന്നറിയോ, ഈ രാജൻ ബാബുവിനെ കൊണ്ടുവന്ന് തന്നെ ഹെഡ് ഓഫീസിൽ ഒരു ക്ലാസ് എടുപ്പിക്കുന്നു ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി. പക്ഷേ കോട്ടയം താലൂക്കുകൊണ്ടും മീനച്ചി താലൂക്കുകൊണ്ടും ചങ്ങനാശ്ശേരി അടക്കം പത്തനാപുരം പുല്ലൂർ അടക്കമുള്ള വന്നിട്ടുള്ള യൂണിയൻ പ്രതികൾ എഴുന്നേറ്റ് ചോദിച്ചു, കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ കോടതി നിർദ്ദേശം ദേവദാസ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഡയറക്ടർ ബോർഡിനെ ധരിപ്പിക്കുന്നത്. വക്കീലായ രാജൻ ബാബു യഥാർത്ഥം പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ എന്ന് പറഞ്ഞു. അന്നേരം അവിടെ വലിയൊരു ഡയറക്ടർ ബോർഡ് യോഗം വളരെ പ്രക്ഷുബ്ധമാകുകയാണ് ചെയ്തത്. പ്രക്ഷുബ്ധമായി ദേവദാസിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകുകയാണ് ചെയ്തത്. ശരിക്കും യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുന്ന, എപ്പോഴും ദേവദാസ് സാറ് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചാണ് ഡയറക്ടർ ബോർഡിനെയും കൗൺസിലിനെ ഉപയോഗിക്കാറുള്ളത്. ഈ സമുദായത്തെയും സംഘടനയും സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും വിശ്വകർമ്മരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ സാമ്പത്തികമായി ഞെരുക്കുകയും അവർക്ക് യാതൊരു പ്രതീക്ഷയും നൽകാതെയുള്ള പ്രവർത്തനം വന്നതുകൊണ്ടാണ് ശ്രീ PR ദേവദാസിനെതിരെ ബഹുഭൂരിപക്ഷ ആളുകളും അതിശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വസ്തുതാപരമായ ഒരു കാര്യം, അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജഗോപാൽ സാറിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോഴും KVS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രവർത്തനം കാരണം ശരിയൊരു ദേവദാസ് സാറിൻ്റെ സംഘടനാപരമായ ഒരു നിലപാട് കാരണം പല സമ്മേളനങ്ങളും സെക്രട്ടേറിയറ്റ് വളയില പോസ്റ്റ് ഓഫീസ് വളയില വളരെ വലിയൊരു സംഘടനാ പ്രവർത്തനം വിശ്വകർമ്മകളിൽ വന്നെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതേസമയത്ത് ഞാനൊക്കെ മീനച്ചിൽ താലൂക്ക് യൂണിയൻ്റെ ആളാണ്. അഖില കേരള വിശ്വകർമ്മ മഹാസഭ എന്ന സംഘടന ഉണ്ടെന്ന് പോലും പറയുന്ന വലിയ കല്യാണത്തിനോ എന്തെങ്കിലും മഹാസഭയുമായിട്ട് അഖില കേരള വിശ്വകർമ്മ മഹാസഭയിൽ KVS പത്രിക കൈമാറില്ല എന്നതല്ലാതെ മറ്റു പ്രവർത്തനം ഉണ്ടാകാനായിട്ട് എനിക്കറിയില്ല. കരുത്തേട്ടൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം. അതായത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ദേവദാസിന് കിട്ടിയ സ്വീകാര്യത ഒരു ഏക സംഘടന എന്നുള്ള നിലയിലാണ് ആളുകൾ അതിനെ പിന്തുണച്ചതും ആ നേതാവിൻ്റെ പിന്നിൽ അണിനിരുന്നതും. അത് വർഷങ്ങളായി നീണ്ട കാലത്തെ വിശ്വകർമ്മരുടെ ഒരു അടങ്ങാത്ത ഒരു ആഗ്രഹമായിരുന്നു ഏകസംഘടന. അത് യാഥാർത്ഥ്യമാക്കിയതുകൊണ്ട് പലരും ദേവദാസ് സാറിൻ്റെ പിന്നിൽ അണിനിരന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഒരു മികച്ച സംഘാടകനാണ് ദേവദാസ്. പ്രോഗ്രാം എങ്ങനെ ചെയ്യണമെന്നും കാലോചിതമായി എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യണ്ട എന്നും പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധങ്ങൾ, നിലവിൽ ഭരണകക്ഷികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാം അദ്ദേഹം മുൻനിരയിലായി. മറ്റുള്ളവരെല്ലാം അതിൽ വളരെ പരാജയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പുതിയ സമരപരിപാടികളും പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ ധാരണകളും ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു റിലേഷനും ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിക്കുക വഴി ആളുകളിൽ ഒരു സ്വീകാര്യത PR ദേവദാസിന് ലഭിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എതിർകക്ഷികൾ ആ കാര്യത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് അവർ ചിത്രത്തിലുമില്ല. പക്ഷേ മറ്റൊരു കാര്യം, ഈ 2000 മറ്റേ കേസിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ കടക്കണ്ട. സാമാന്യ ഒരു പക്ഷേ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പാടില്ലായിരിക്കാം. അതുകൊണ്ട് എനിക്ക് ചോദിക്കുമ്പോൾ 2001 ലേലം നിയമപരമായിട്ട് ആക്കിയെടുക്കാൻ ദേവദാസ് സാറ് അന്ന് ആന്റണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ KVSൻ്റെ പേരുമാറ്റം ഓതറൈസ് ചെയ്തെടുത്തു. അതിനെതിരെ തക്കപ്പ സാറിൻ്റെ ബെഞ്ചിൽ രാജഗോപാൽ സാർ പോകുന്നു. അനുകൂല വിധി കിട്ടുന്ന ഈ ഓർഡർ ആപ്ലിക്കേഷൻ പുനഃപരിശോധിക്കാൻ പറയുന്നു. ആ പുനഃപരിശോധനയുടെ അടിസ്ഥാനത്തിൽ KVSൻ്റെ പേരുമാറ്റം അംഗീകരിച്ച് തള്ളപ്പെടുന്നു. പക്ഷേ KVS എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും അഖില കേരള വിശ്വകർമ്മ മഹാസഭ എന്ന സംഘടന ഇല്ലെന്ന് വാദിക്കുമ്പോഴും പ്രഖ്യാപിക്കുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും ദേവദാസ് സാർ പിന്നീട് AKVMSൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും AKVMSൻ്റെ പേരിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും 22/5/2006 25/5/2006 2 മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ പേരുമാറ്റത്തിന്റെ അപേക്ഷ വീണ്ടും കൊടുക്കുകയും ചെയ്തു. അല്ലേ? അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും കൊടുത്തത് കൊണ്ടാണ് 277/2003 എന്ന സംഘടന 2003 പേരുമാറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു സംഘടന രജിസ്ട്രേഷൻ കൊടുത്ത അപേക്ഷയ്ക്ക് ഒരു പ്രയോറിറ്റി, ഒരു മുൻഗണന കിട്ടുകയും ഈ ആപ്ലിക്കേഷൻ രണ്ടാമത് കൊടുക്കപ്പെട്ടിട്ട് അവർ ഓതറൈസ് കിട്ടുകയും അങ്ങനെ സംഭവം ഉണ്ടല്ലോ. പക്ഷേ
അന്ന് ദേവദാസ് സാറിനെ സംബന്ധിച്ച് ഈ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ പേരുമാറ്റത്തിനുള്ള അപേക്ഷ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ബാങ്കിൽ ലോണിന് അപേക്ഷ കൊടുത്താൽ ലോണിലുള്ള അപേക്ഷ അംഗീകരിച്ചതിനെ ഒരിക്കലും ലോൺ അംഗീകരിച്ചായിട്ടല്ല പറയുന്നത്. മുന്നാധാരം, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ആ അപേക്ഷയ്ക്കൊന്നുണ്ടെങ്കിൽ അപേക്ഷ അംഗീകരിച്ചു. ശരി, പിന്നെ ബാങ്ക് പ്രോസസ്സ് ചെയ്യണം, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ലോൺ കിട്ടൂ. അപ്പോൾ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ അപേക്ഷ അംഗീകരിച്ചതിനെ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ പേരുമാറ്റത്തിനുള്ള അപേക്ഷ പേരുമാറ്റം അംഗീകരിച്ചതായിട്ട് പ്രചരിപ്പിച്ച് പ്രവർത്തനം നടത്തിയ രാജഗോപാൽ സാറ് ഹൈക്കോടതി ചോദ്യം ചെയ്തു. അന്നത്തെ ദിവസം ഇന്ററിം ഓർഡർ കിട്ടുന്നു 2006. പക്ഷേ ആ ഒരു ഹൈക്കോടതിയുടെ ഒരു നിരോധന ഉത്തരവ് നിലനിൽക്കെ തന്നെ ദേവദാസ് സാർ KVS തൊട്ട് പ്രവർത്തിച്ച സാഹചര്യം എന്താണ്? അതായത് ഈ ഞങ്ങൾ ഇതിനെപ്പറ്റി നമ്മുടെ കമ്പനി രജിസ്ട്രാറുടെ ഓഫീസിൽ VR ഉണ്ണി സാർ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഡെലിഗേറ്റ്സ് അവിടെ പോയി ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. കാരണം ഇതിൻ്റെ തർക്കവിതർക്കങ്ങൾ, എന്തുകൊണ്ട് രജിസ്ട്രാർ അങ്ങനെയെങ്കിൽ ഈ തർക്കം വന്ന സംഘടനയെ നിരോധിക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനോ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നമ്മൾ ഓഫീസിൽ പോയി അന്വേഷിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഒരു കെട്ട് ഫയല് അലമാരിയിലുണ്ട്. ഉടനെ ഞങ്ങൾ ഈ കാര്യങ്ങളുമായിട്ട് ഇരുന്നപ്പോഴത്തേനെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, അപ്പുറത്തുള്ള 3 ബോക്സിലിരിക്കുന്ന SNDPയുടെ ഫയലാണ്. അപ്പോൾ തർക്കങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ ഈ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ തർക്കം രജിസ്ട്രാർ ഓഫീസിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. ഒരു സംഘടനയുടെ പേര് മാറുക, അതിൻ്റെ നടപടിക്രമങ്ങളുടെ മെറിറ്റും ഡീമെറിറ്റും സത്യം പറഞ്ഞാൽ അവർക്ക് പോലും ശരിക്കും അറിയത്തില്ല. അപ്പം ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഒരു സംഘടന പ്രവർത്തിച്ചു വരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമാവലി അനുസരിച്ച് 3 വർഷമാണ് അതിൻ്റെ ഭരണകാലാവധി. 3 വർഷം കഴിയുമ്പോൾ ജനറൽ ബോഡി വിളിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം, റിട്ടേൺ കൊടുക്കണം, നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഇവിടെ നമ്മളൊരു വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ വർഷവും 3 വർഷം തുടർച്ചയായി തെരഞ്ഞെടുപ്പ് നടത്തിയ പ്രക്രിയ നമ്മുടെ സംഘടനയെ കാണിക്കാവും. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാം. ഞാൻ പറയാം, ഇതേ പ്രക്രിയ തന്നെ യൂണിയൻ തലത്തിൽ നടക്കണം, ശാഖാതലങ്ങളിൽ നടക്കണം. ഈ 3 വർഷത്തെ കാലാവധിക്ക് തെരഞ്ഞെടുപ്പ് നടക്കണം. യൂണിയൻ തലങ്ങളിലും ശാഖാതലങ്ങളിലും എത്ര വർഷമായി കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന എത്ര ശാഖയുണ്ട്, യൂണിയൻ ഉണ്ട്, പുറത്ത് നടക്കാറില്ല. അപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, അഖില കേരള വിശ്വകർമ്മ മഹാസഭ ലയിച്ചു എന്ന് പറഞ്ഞ് KVS 2024 വരെ, അല്ലെങ്കിൽ അതിന്റെ പേരുമാറ്റം നിരാകരിക്കപ്പെടുന്ന 2016 വരെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. ഇല്ല, 2014 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞൊരു കുറെ പ്രോസസ്സുകൾ നടന്നായിരുന്നു. ഞാനതാ മുമ്പേ പറയാൻ വന്നേ. 2014 വേറൊരു സംഘടനാ വൈരുദ്ധ്യം കൂടി ഉണ്ടായി. ഈ പറയുന്ന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണല്ലോ കൊല്ലത്ത് വാർഷിക സമ്മേളനം വിളിക്കുന്നത്. MV രാജഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തി കൊല്ലത്ത്. അതാ ഞാൻ ചോദിക്കേണ്ട ചോദ്യം, മറ്റേ വിജയൻ സാറിന്റെ തെരഞ്ഞെടുപ്പ്. അതെ 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 അതെ, മാവേലിക്കര വെച്ച് പിന്നെ രാജഗോപാൽ സാറ് സ്ഥാനം ഒഴിഞ്ഞ് വിജയൻ ഗിരയുടെ ജനറൽ സെക്രട്ടറി ആക്കി, സുമാർ സാറിനെ പ്രസിഡന്റുമാക്കി, സ്ഥാനം ഒഴിഞ്ഞതായിട്ട് രേഖാമൂലം എഴുതി തയ്യാറാക്കി ചാർജും കൈമാറി. ഈ രാജഗോപാൽ സാറിന് ഇതേ പണിയുള്ളൂ എന്ന് നമുക്ക് ഓർത്തു പോവുക. അങ്ങനെ ചാർജ് ചെയ്യിപ്പിച്ച ആള് വീണ്ടും പറയാണ് ഞാനാ ജനറൽ സെക്രട്ടറി എന്ന് പറയാ. അപ്പം 3ാമതൊരു പോർഷനോട് രംഗത്ത് കടന്നു വരികയാണ്, ഇല്ലേ? പക്ഷെ അതിന് മറ്റൊരു വസ്തുതയുണ്ട്. ഈ അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു 2006 ദേവദാസ് സാർ PSC മെമ്പറായിട്ട് വന്നു, നിയോഗിക്കപ്പെടുന്നു. അതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റൊരാൾക്ക് കിട്ടാനിരുന്ന PSC മെമ്പർ സ്ഥാനമാണ്. അതൊക്കെ പുള്ളി അതുകൊണ്ടാണല്ലോ ഈ സമുദായത്തെയും സംഘടനയും സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞല്ലോ. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വിദ്യാസമ്പന്നരായ എത്രയോ ആളുകളുണ്ട്, അല്ലേ? എത്രയോ ആളുകളുണ്ട്. SNDPക്ക് വെച്ച് കിട്ടുന്ന പദവികൾ മുഴുവൻ ഏറ്റെടുക്കുന്നത് അല്ലല്ലോ, മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ലേ. ഈ സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എത്രയോ വിദ്യാസമ്പന്നരായ ക്വാളിറ്റിയുള്ള ആളുകളുണ്ടെന്നറിയാവും. അവർക്ക് നീട്ടിക്കൊടുക്കാതെ സഭാ പ്രസിഡന്റ് തന്നെ, അതിന് പുള്ളി ഡയറക്ടർ ബോഡി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനുണ്ടായിരുന്ന ആ ഡയറക്ടർ ബോഡി, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അടച്ചിട്ട മുറിയിൽ
ശ്രീമാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് സഭയുമായി ചർച്ച ചെയ്ത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം. കാരണം അദ്ദേഹത്തിന് ആദ്യത്തെ സംഭവമായിരിക്കും. പക്ഷെ നമ്മളൊക്കെ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ശ്രീമാൻ AK ആചാര്യ സാറുമായും ശ്രീ MK ദാസപ്പൻ സാറുമായിട്ടും എത്രയോ ഭരണകൂടങ്ങൾ അടച്ചിട്ട മുറിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞാനത് സാക്ഷിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഗവൺമെൻറ്റിന് ഏറ്റവും വിശ്വാസമുള്ള ആളിനെ വെക്കാവൂ, അത് PR ദേവദാസ് തന്നെ ആയിരിക്കണം എന്ന് ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തന്നെ ഉത്തരവാദിത്തം. ഇത്ര ത്യാഗിയാണ് അദ്ദേഹം. പക്ഷെ അങ്ങനെ സംഘടനാപരമായ ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട ഒരു PSC പോലുള്ള എല്ലാവർക്കും എല്ലാ സമൂഹത്തിൽപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ ജോലി കൊടുക്കുന്ന ഒരു നിഷ്പക്ഷ സമീപനത്തിൽ ഒരു സമുദായത്തിന്റെ പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന KVS ആയിക്കോട്ടെ, ലയിച്ചോ ലയിച്ചില്ലയോ എന്നുള്ള കാര്യം, അങ്ങനെ ഒരാൾക്ക് അതിൻ്റെ അകത്ത് ഒരു മെമ്പറായിട്ടിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ പുള്ളി ആ സ്ഥാനം ഒഴിഞ്ഞ് എന്ന ചോദ്യത്തിന് പ്രസക്തി. അവിടെയാണ് എതിർകക്ഷിയുടെ അവരെവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യം വരുന്നത്. ഇദ്ദേഹം PSC മെമ്പർ ആയിരിക്കുമ്പോൾ തന്നെ സഭാപ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. കാരണം ഒരു ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഒരാളിന് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ യാതൊരു റൈറ്റും ഇല്ല. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്, മറ്റേ PSCയുടെ കാറെ തന്നെ പോയി ഉദ്ഘാടനം നടത്തി പോകുന്നത് ഞാൻ ഇവിടെ കിഴവംകുളത്താണോ മറ്റക്കരയിലാണോ ഒരു ശാഖയിൽ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ ബോർഡ് മീറ്റിംഗിൽ ഇയാൾ സജീവ സാന്നിധ്യമായിരുന്നു. ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് പിടിച്ചെടുക്കുന്ന ഒരു സമരത്തിൽ അദ്ദേഹം അതിന് മുൻകൈ എടുത്തു. അവിടുന്ന് അദ്ദേഹം ഓടി മറയുന്ന പടമൊക്കെ പത്രത്തിൽ കണ്ടത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്. അത് 2007 8 ആയിരിക്കുന്ന സമയത്തിലാണ്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാ ലംഘനം തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ നല്ല അവസരമുണ്ടായിരുന്ന എതിർകക്ഷികൾ അവിടെ പോയിരിക്കുകയായിരുന്നു. ഒരു ഫോട്ടോ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ച് കോടതിയെ സമീപിച്ചാൽ പോരെ? ഭരണഘടനാ സ്ഥാപനത്തിന്റെ പദവി വഹിക്കുന്ന ആള് ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരു ജഡ്ജിക്കോ ഭരണഘടനാ സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്ന ഒരാളിന് ഒരു മാർക്കറ്റിൽ ചെന്നൊരു സാധനം പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല. അതാ നിയമം. ബഹുജനങ്ങളുമായിട്ട് യാതൊരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് നിഷ്കർഷിക്കുന്നത്. അങ്ങനെ ഉണ്ട്. നമുക്ക് ജഡ്ജിമാരെയും ഇവരെയൊക്കെ ഒരു യോഗത്തിൽ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചാൽ മതിയല്ലോ. അവരെ പങ്കെടുപ്പിക്കാത്തതിന് ഇതിന് നിയമപരമായ ക്രൈറ്റീരിയ ഉണ്ട്. അതൊക്കെ ലംഘിച്ചാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പൊ നമ്മളൊക്കെ ഓർക്കുന്നത് എന്താ, ഇദ്ദേഹം വലിയൊരു അമാനുഷികനാണ്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ പരക്കുന്നത് ദേവദാസ് സാറ് PSC മെമ്പർ ആയപ്പോൾ എത്ര പേർക്ക് ജോലി മേടിച്ചു കൊടുത്തു എന്നുള്ളൊരു വ്യാഖ്യാനം ഇവിടെ നടക്കുന്നുണ്ട്. അത് ശരിക്കും അറിയേണ്ടത് ഒരു PSC മെമ്പറെ സംബന്ധിച്ച് അവർക്ക് ജോലി മേടിച്ച് കൊടുക്കുക എന്നുള്ള അവരുടെ ദൗത്യം. ഈ സംവരണ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ നിരീക്ഷിക്കുക എന്നുള്ളതും, പിന്നെ ഗവൺമെൻറ് രാഷ്ട്രീയ പാർട്ടികളോടുള്ള ആ ഒരു അടുപ്പം, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നതാണ് ഇത്തരം PSC മെമ്പർ സ്ഥാനങ്ങൾ. അല്ല, അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്നറിയാൻ. ഒരിക്കലും PSC മെമ്പർക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി കൊടുക്കാൻ കഴിയില്ല. അത് തെറ്റിദ്ധാരണ ജനകമാണ്. നമ്മുടെ ആൾക്കാർ ഓർക്കുന്ന PR ദേവദാസ് വിചാരിച്ചാൽ നമ്മുടെ ആൾക്കാർക്കൊക്കെ ജോലി കൊടുക്കാൻ കഴിയുമെന്നുള്ള. വർഷങ്ങളായി വിശ്വകർമ്മ സമൂഹത്തിന്റെ ആവശ്യം പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു അംഗത്വം വേണമെന്ന് പറയുന്നത് ഈ സബ് റൊട്ടേഷൻ വ്യവസ്ഥ പാലിക്കപ്പെടുന്നുണ്ടോ? അതെ. PSCയിലെ സംവരണ സംവിധാനം വളരെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഇപ്പോൾ ഒരു 5 വർഷത്തേന് ഒരു തസ്തിക നമ്മൾ സംവരണം എടുത്തെന്നിരിക്കട്ടെ. ആ കാലഘട്ടത്തിലെ 5 വർഷത്തെ കാലഘട്ടത്തിലെ കാര്യം നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ അടുത്ത 5 വർഷം എടുക്കുന്നത് ഈ സംവരണത്തിന്റെ ബാക്കി വെച്ച കാര്യങ്ങളാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം ഈ സംവരണ തത്വം ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും അത് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ്. വിശ്വകർമ്മ സമൂഹത്തിന് തുച്ഛമായ ഒരു സംവരണമേ ഉള്ളൂ. അത് നമ്മുടെ ആളുകൾ ഇല്ല എങ്കിൽ അടുത്ത സമുദായത്തിന് അത് ചെന്ന് ചേരും. അപ്പം നമ്മുടെ ആൾക്കാർ നമ്മുടെ ആൾക്കാരെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ നിയമിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PSCയിൽ
നമുക്ക് ഒരു മെമ്പർ വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ മെമ്പർമാരില്ലല്ലോ. അതിനുശേഷം ഡോക്ടർ സജിലാൽ സാർ വന്നു. സജിലാൽ സാറ് നമുക്ക് വലിയൊരു മാർഗനിർദ്ദേശം തന്ന ആളാണ്. ഏത് കാര്യമുണ്ടെങ്കിലും നമുക്ക് അതിന് കൃത്യമായ ഒരു മറുപടി തരാനും, അങ്ങനെ ഒരു മറുപടി പോലും പി ആർ ദേവദാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചെയ്യാൻ കഴിയുന്ന ഇന്റർവ്യൂല് അതിന്റെ അകത്ത് ബോർഡിൽ ആള് വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ചെയ്യാൻ ചെയ്ത് കൊടുക്കാൻ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതാണ് എന്റെ അതെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കെല്ലാം മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വരാം. ഈ PSC മെമ്പർ ആയിരുന്ന ദേവദാസ് 2010 കാലഘട്ടം അവസാനം 2010 ഡിസംബർ 31 കാലഘട്ടം അവസാനിക്കേണ്ടത്. പക്ഷെ 2008 ജസ്റ്റിസ് പഞ്ചാബ് കേസിന്റെ കോർട്ടിൽ കൊടുത്ത രാജഗോപാൽ സാറ് PR ദേവദാസ് അല്ല സഭയുടെ പ്രസിഡന്റ്. 2001 മുതൽ 2004 വരെ ലേനത്തിൽ ശങ്കരൻകുട്ടി സാറുമായിട്ട് പ്രവർത്തിച്ച രാജഗോപാൽ സാറ് പിന്നീട് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈലോ പ്രകാരം സഭയുടെ എല്ലാ മീറ്റിങ്ങുകൾക്കും പ്രസിഡന്റ് ആയിരിക്കണം അധ്യക്ഷൻ. അപ്പോൾ ഈ 2000 അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡയറക്ടർ ബോർഡിൽ ഒരു പേരില്ലാതിരുന്ന ശേഖരൻ സാറിനെ കൊണ്ട് അദ്ദേഹം 2014 വരെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അതെങ്ങനെ നിയമപരമായ അടിസ്ഥാനം ഉണ്ടാവുക? ഇപ്പൊ ഈ 3 സംഘടനകൾ പ്രവർത്തിക്കുന്നു, 4 സംഘടനകൾ ഇപ്പം പ്രവർത്തിക്കുന്നു. പ്രദീപ്, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്? ഒരു നിയമമോ ഒരു ബോർഡ് കൂടുവോ ഒരു കൗൺസിൽ കൂടുവോ വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. ഈ ബോർഡ് മെമ്പർമാരുടെ പ്രാതിനിധ്യം 20 ശാഖയ്ക്ക് ഒരു ബോർഡ് മെമ്പർ എന്നുള്ള നയമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സംഘടനകളൊക്കെ പാലിക്കപ്പെടുന്നത്